സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പൊട്ടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിറയെ വനങ്ങളാൽ ചുറ്റപ്പെട്ട പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലയായ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹം വെച്ച് നടക്കുന്നത്. ആ ആഗ്രഹം ഇന്ന് സഫലീകരിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ യാത്ര അട്ടപ്പാടിയിലേക്കാണ്. ബൈക്കിലാണ് യാത്ര. ബൈക്കുമായിട്ട് ഞാൻ അട്ടപ്പാടി കാണാൻ ഇറങ്ങുകയാണ്. കോഴിക്കോട് നിന്നും മണ്ണാർക്കാട് വഴിയാണ് എൻ്റെ യാത്ര ആരംഭം. ഏകദേശം 150 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. 1-2 ദിവസം അട്ടപ്പാടിയിൽ കഴിയണം എന്നാണ് ആഗ്രഹം. അവിടുത്തെ ആദിവാസികളെ പറ്റി ഒരു ചെറു വിവരണം കണ്ടെത്തണം. അട്ടപ്പാടിയിലെ എല്ലാ സ്ഥലങ്ങളും കാണണം. അവിടുത്തെ ചരിത്രം എന്താണെന്നറിയണം. ഇതൊക്കെയാണ് എൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം. നമുക്ക് അട്ടപ്പാടിയിലേക്ക് പോകാം അല്ലേ? എൻ്റെ ഈ യാത്ര കാണാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെ കോഴിക്കോട്ടിൽ നിന്നും പുറപ്പെട്ട എൻ്റെ യാത്ര നീണ്ട 100 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മണ്ണാർക്കാട് ടൗണെത്തി. ഇവിടെ നിന്നാണ് ഏകദേശം 4 കിലോമീറ്റർ പോയപ്പോൾ ആനമുളി ചെക്ക് പോസ്റ്റ് കണ്ടത്. ഇപ്പൊ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് മണ്ണാർക്കാടിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ്. ഈ ചെക്ക് പോസ്റ്റ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റൂട്ട് പോകുന്നത് ഇത് കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ റൂട്ട് പോകുന്നത് എവിടത്തേക്കാന്ന് പറഞ്ഞാല് അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയില് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ ഞാൻ ചിറ്റൂർ എന്ന സ്ഥലത്തൊക്കെ പോകണം. ചിറ്റൂർ എൻ്റെ ഒരു കാര്യപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ ഞാൻ പോകുന്നത്. ഫ്രണ്ട് ഇപ്പോൾ അവിടെ സ്ഥലത്തില്ല, അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. അപ്പൊ അവരുടെ അടുത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഈ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിലുള്ള ആദിവാസികളെ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചർ, അതുപോലെ അവരെ പറ്റിയുള്ള ഒരു കഥകൾ, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. എൻ്റെ ഈ യാത്രയില് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് സാധനം ഉണ്ട്, ഞാൻ അത് പരിചയപ്പെടുത്തണ്ട. ഇതാണ് ബൈക്ക്. ഈ ബൈക്ക് ഒരുവിധം എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബാഗ്. ഇതിലൊക്കെ എൻ്റെ ഷൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്യാപ്പ് ഉണ്ട്. അതുപോലെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ സാധനമാണ്. ഇതെന്താ അറിയോ? ഇത് സോളാറാണ്. സോളാർ ലൈറ്റ് ആണ് ഇത്. ടെന്റിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ലൈറ്റ് കത്തിക്കുക. ഇത് ലൈറ്റ് കത്തിക്കുക. അതുപോലെ മൊബൈൽ ചാർജ് ചെയ്യുക. ഇത് സോളാർ ലൈറ്റ്, മറ്റേ വെളിച്ചത്തിൽ ചാർജ് ഇങ്ങനെ വരും. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നുണ്ടോന്ന് അറിയില്ല. ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടില്ല. അപ്പൊ ഇതിപ്പോ ചാർജ് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ പോകുന്ന വഴിക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ യാത്ര, ഈ ഫസ്റ്റത്തെ ഇത് ഞാനിപ്പോ യാത്രയിൽ ഫസ്റ്റത്തെ സാധനം, ഫസ്റ്റ് യാത്രയിലാണ് ഞാൻ വാങ്ങിയത്. വാങ്ങിയിട്ട് കുറച്ചായി, പക്ഷെ ഫസ്റ്റ് യാത്ര ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ ബൈക്ക് വെള്ളം വെക്കുന്ന ഇതൊന്നും ഞാൻ അധികം വീഡിയോയിൽ കാണിച്ചില്ല. വെള്ളം വെക്കാൻ 2 ഭാഗത്തും വെള്ളം വെക്കാനുള്ള. പിന്നെ ഇവിടെ തണുപ്പുണ്ട്, അപ്പോൾ തണുപ്പിന് യൂസ് ചെയ്യാനുള്ള ജാക്കറ്റ്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു ബാഗ്, ജസ്റ്റ് ഷോൾഡറിൽ കൊണ്ട് വെക്കാനുള്ള ഒരു ബാഗ്. പിന്നെ കുറച്ച് ക്യാപ്പ്, അതുപോലെ കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ട്. പിന്നെ മങ്കി ക്യാപ്പ് ഉണ്ട്. ഇത്രയുള്ള. അപ്പോൾ ഈ ഭാഗത്ത് എൻ്റെ ഷൂ ഉണ്ട്. ഒരു ഷൂ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മൊബൈലിൻ്റെ സ്റ്റിക്ക്, പിന്നെ ക്യാപ്പുകളുണ്ട്. 4-5 ക്യാപ്പ് എടുത്തിട്ടുണ്ട്. വെയിലൊക്കെ ഉണ്ടെങ്കിൽ ലോങ് ട്രിപ്പ് അല്ലേ. ഇങ്ങനെ ഞാൻ അട്ടപ്പാടിയിലേക്കുള്ള യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഈ ചുരത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കാം. ഇവിടെ ഒരാളുണ്ട്, മൂപ്പരോട് ചോദിക്കാം ചുരത്തിനെ പറ്റി എന്തെങ്കിലും അറിവുകളുണ്ടോ എന്ന്. എൻ്റെ പേര് അബ്ദുറഹിമാൻ. എൻ്റെ താഴെ തന്നെ വട്ടപ്പുറം ഭയങ്കര സ്കൂളിൻ്റെ അടുത്ത്. ഇഷ്ടംപോലെ പോയി. അല്ലല്ല, ഇത് ഇവര് ഇപ്പൊ തൊഴിലുറപ്പിന്റെ ആളുകളെ കുറച്ച് വറകുണ്ടാക്കിയ തിരിച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ട്. 3-14 വളം വെച്ചത്. ഇല്ല, അങ്ങനത്തെ ഒരു എയർപിന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഇതുള്ളൂ. ബാക്കിയെല്ലാം നല്ല കുഴപ്പമില്ല. റോഡ് നല്ല റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് അവിടെ മാത്രമേ കുറച്ചൊരു കട്ടറുള്ളൂ. ഇത് ആനമൂളി
ആനമൂളി അതായത് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലേക്കുള്ള വഴി, ചുരത്തിലെ എൻട്രൻസ്, അതായത് ചുരം തുടങ്ങുന്ന സ്ഥലം ആണ്. ചുരം തുടങ്ങുന്ന സ്ഥലമാണ് അട്ടപ്പാടി. ഫസ്റ്റ് പോകുന്ന എത്തുന്ന സ്ഥലം ഏതാ? മുക്കാലി. ചുരം അവസാനിക്കുന്നത് മുക്കാലിയാണ്. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ഉണ്ട് യാത്ര. അപ്പൊ മുക്കാലിയിലൊക്കെ ഞാൻ പോകുന്നത്. ഞാനിപ്പോ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അഗളിയുണ്ട്, അതുപോലെ ചിറ്റൂരുണ്ട്, ആനക്കട്ടി, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പം പോകുന്നത് ചിറ്റൂരിലേക്കാണ്. ചിറ്റൂരിൽ എന്റെ കാര്യപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട, എന്റെ യാത്ര തുടങ്ങിയപ്പോൾ പരിചയപ്പെട്ടതാണ്. ബോബി സാർ എന്ന് പറയും. അദ്ദേഹത്തിന് ഇതുപോലെ സോഷ്യൽ വർക്കുകളാണ്. സോഷ്യൽ വർക്ക് മീൻസ് എന്ന് പറഞ്ഞാല് നേപ്പാളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നേപ്പാളിലെ താമസ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ ഈ അട്ടപ്പാടിയിലും ഉണ്ട് ഫ്രീ സർവീസ്. അപ്പൊ എന്നെ അവര് വരാൻ പറഞ്ഞതാണ്. എനിക്ക് ഈ അട്ടപ്പാടിന്റെ വിഷയം എന്താന്ന് പറഞ്ഞാല്, എനിക്ക് അവിടുത്തെ ആദിവാസികളെ കുറച്ച് ചരിത്രങ്ങള്, കഥകള്, ഇതൊക്കെയാണ് ഞാൻ ഈ യാത്രയുടെ ഉദ്ദേശം. പിന്നെ അതുപോലെ സൈലന്റ് വാലി അല്ലെ, സൈലന്റ് വാലി എന്ന് പറഞ്ഞ ഒരു വനപ്രദേശമാണ്. 24 കിലോമീറ്റർ യാത്ര ജീപ്പിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേരിലൊരു കൗതുകമുണ്ട്, സൈലന്റ് വാലി. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഒച്ചിന്റെ എല്ലാ കാട്ടിലും ഒച്ചിന്റെ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ. പക്ഷെ ഈ സൈലന്റ് വാലിയിൽ ആ ഒച്ചിന്റെ ആ സംഭവങ്ങളേ ഇല്ല, അവിടെ ഇല്ല. അതിന്റെ വളരെ സൈലന്റ് ആയിട്ടാണ് ആ ഏരിയ അല്ലേ. ചെറിയ കിളികളുടെ ശബ്ദമല്ലാതെ മറ്റുള്ള ഈ നമ്മളെ കാതിന് അലസറുണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അതാണ് പേരിടാനുള്ള കാരണം, സൈലന്റ് വാലി. നല്ല പേര് അല്ലേ. അപ്പൊ സൈലന്റ് വാലിന്റെ വ്യൂ കുന്തിപ്പോയ ഭവാനി അല്ലേ, കുന്തിപ്പോയ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുന്തിപ്പോയാണ്. അതാണ് ഭവാനി. ഇതും അതിൽ വരുന്നില്ലേ, ഭവാനി അങ്ങോട്ട്, ഭവാനി പാലം അങ്ങനെ എന്തോ വരുന്നില്ലേ അവിടെ, ഒരു പാലല്ലേ, ഇരുമ്പിന്റെ പാലം. അതൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയല്ലേ. അപ്പൊ അതിന്റെ ഭവാനി സാഗർ, ഇതിന്റെ ഭവാനി ശരിക്കും തമിഴ്നാടാണ്. ബോർഡർ അല്ല, തമിഴ്നാട് ബാക്കിയൊക്കെ പോകണമെന്ന്. ബാക്കിയൊക്കെ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉത്ഭവം കേരളത്തിൽ നിന്നാണ് ഭവാനി സാഗർ. അതിനെ പറ്റിയിട്ട് കുറെ വീഡിയോ ഉണ്ട്. അതുപോലെ ഭവാനി സാഗർ ഡാം ഉണ്ട്, അതൊക്കെ അങ്ങോട്ടാണ്, ഈറോഡ് ഭാഗത്തേക്കാണ്. അപ്പം അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആവും എന്നൊരു പ്രതീക്ഷയോടെ അല്ലേ, ഒരു സൈൻ ഓഫ്. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ നമുക്ക് എവിടത്തേക്ക് പോവാ? ചിറ്റൂരിൽ നിന്ന് കാണാം. ചിറ്റൂർ എത്തുന്ന മുമ്പേ ഒരു 4-5 വളവ്, ഈ ചുരത്തിന്റെ 4-5 വളവ് കഴിഞ്ഞാല് ഒരു നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ചിറ്റൂരിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ചിറ്റൂരിൽ വെച്ച് കാണാം. അട്ടപ്പാടിയിലെ ചിറ്റൂരിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അട്ടപ്പാടിയെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. അട്ടപ്പാടി യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പൊതുവെ അട്ടപ്പാടി ഒരു അനുഭവം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലെടുത്തു പറയാനാണെങ്കിൽ ചുരം തന്നെയാണ്. ഏകദേശം 14ഓളം എയർപിൻ വളവുകളാണ് ഉള്ളത്. കാടിന് അടുത്തറിയാവുന്ന കാഴ്ചകളും സമ്മാനിക്കും അട്ടപ്പാടി ചുരം. ഏകദേശം 284 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതിയുള്ള കേരളത്തിലെ ഏക ആദിവാസി താലൂക്കാണ് അട്ടപ്പാടി. അട്ടപ്പാടിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെയും ആകെയായിട്ട് 249 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സംരക്ഷിത പ്രദേശവുമാണ് അട്ടപ്പാടി റിസർവ് ഫോറസ്റ്റ്. കേരളത്തിലെ സഹ്യപർവ്വതത്തിനരികത്തുള്ള ഒരു മലയോര താലൂക്കാണ് അട്ടപ്പാടി. പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി സ്ഥിതി ചെയ്യുന്നത് എന്നറിയപ്പെടുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അട്ടപ്പാടി താലൂക്ക് ആസ്ഥാനം അഗളിയിലാണ്. പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്നും 75 കിലോമീറ്റർ വടക്ക് മാറിയാണ് അട്ടപ്പാടി താലൂക്കിന്റെ സ്ഥാനം. തമിഴ്നാട്ടിലെ പ്രമുഖ നഗരമായ കോയമ്പത്തൂർ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഏകദേശം 47 കിലോമീറ്റർ മാത്രം അകലെയാണ്. അട്ടപ്പാടി താലൂക്കിലെ അഗളി, ഷോളയൂർ, പുത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും പാലക്കയം ഒഴികെയാണ് കേട്ടോ ചേർത്ത് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അട്ടപ്പാടി. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പാലക്കയം എന്ന പ്രദേശം പെടുന്നുണ്ടെങ്കിലും ആ പ്രദേശം അട്ടപ്പാടി എന്നറിയപ്പെടുന്നില്ല. വളരെ പ്രസിദ്ധമായ ഒരു സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉണ്ട് അവിടെ. നിശബ്ദതയുടെ തായ്വര സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്.
വളരെ സൈലന്റ് ഏരിയ ആണ്. അട്ടപ്പാടിയിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന ഭവാനിപ്പുഴയും പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭവാനിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളുടെ ഉത്ഭവസ്ഥാനം അട്ടപ്പാടി പ്രദേശമാണ്. നെല്ലിപ്പുഴ, കുന്തിപ്പുഴ എന്നിവയാണ് അവയിൽ പ്രധാനം. നിറയെ വളവുകളോട് കൂടിയ അട്ടപ്പാടി ചുരം റോഡ് പ്രസിദ്ധമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം പോകേണ്ട ഒരു സ്ഥലമാണ് അട്ടപ്പാടി ചുരം. മണ്ണാർക്കാട് പട്ടണമാണ് അട്ടപ്പാടിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണം. അട്ടപ്പാടി നിവാസികൾക്ക് കോയമ്പത്തൂർ തന്നെയാണ് പോകാൻ എളുപ്പം. പാലക്കാട് വഴിയല്ലാതെ കോയമ്പത്തൂർ പോകുവാനുള്ള ഒരു മാർഗം കൂടിയാണത് അട്ടപ്പാടി വഴി. മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാലാണ് അട്ടപ്പാടി ആരംഭിക്കുകയായി. ആനമൂളി എന്ന സ്ഥലമാണ് അട്ടപ്പാടിയുടെ തുടക്കം. ആനമൂളി, മുക്കാലി എന്നൊരു സ്ഥലമുണ്ട്, സൈലന്റ് വാലി, ചിന്തക്കി, കക്കുപ്പടി, മുക്കാലി, കൽക്കണ്ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു കൽക്കണ്ടി മിഠായി ഇതൊരു സ്ഥലപ്പേരാണ് കേട്ടോ. കള്ളമല, ജെല്ലിപ്പാറ, തോമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു നല്ല അടിപൊളി പോയിന്റ് ഉണ്ട്. പിന്നെ മുണ്ടൻപാറ, സീങ്കര പക്കുളം എന്നൊരു സ്ഥലമുണ്ട്. താവളം എന്ന് പറയുമ്പോൾ ഒരു സിനിമ പേരൊക്കെ നമുക്ക് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലപ്പേരായിട്ടാണ് തോന്നുന്നത് അല്ലേ. അത് താവളം എന്ന ഒരു സ്ഥലപ്പേരാണ്. കുക്കമ്പാളയം, കോട്ടത്തറ, ഗൂളിക്കടവാണ് ഇവിടുത്തെ മെയിൻ ടൗണ്. ഈ അഗളിനെക്കാട്ടും അഗളി തൊട്ടടുത്താണ്, പക്ഷെ ഗൂളിക്കടവാണ് മെയിൻ ടൗണ്. പിന്നെ വരുന്ന അഗളി, പാലൂർ, പുത്തൂര്, ഷോളയൂരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഏരിയ ആണ് ഷോളയൂര്. അതുപോലെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ആ ഭാഗത്താണ്. പിന്നെ മുള്ളി, ഊട്ടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് മുള്ളി, അടിപൊളി സ്ഥലമാണ്. പിന്നെ ചിറ്റൂര്, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ചിറ്റൂര്. ഒരു പ്രശ്നങ്ങളുണ്ട്. പാലക്കാട് 2 ചിറ്റൂരുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാട് ചിറ്റൂർ എത്തുള്ളൂ. ഇത് അട്ടപ്പാടി ചിറ്റൂർ എന്ന് അടിക്കണം ഗൂഗിളിൽ, എന്നാലേ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളൂ. പിന്നെ കുറുവൻപാടി, ഈ ആനക്കാട്ടി എന്ന ഒരു സ്ഥലത്താണ് നമ്മൾ തമിഴ്നാടിന്റെ ബോർഡറുമായിട്ട് പങ്കുവെക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കോയമ്പത്തൂരിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ ആണ് ആനക്കട്ടി എന്നുള്ളത്. സംസ്ഥാന പാത അതിർത്തി തുടങ്ങിയ പങ്കിടുന്ന ഒരു അതിർത്തിയാണ് ആനക്കട്ടി. ഇതൊക്കെയാണ് ഇവിടുത്തെ അട്ടപ്പാടിയിലെ പ്രധാന സ്ഥലങ്ങൾ. പിന്നെ പറഞ്ഞു വരുന്നത് ആദിവാസികളുടെ ഒരു ആവാസ കേന്ദ്രങ്ങളുള്ള ഉൾപ്രദേശങ്ങൾ വേറെയും ഉണ്ട്. ഞങ്ങൾക്ക് അട്ടപ്പാടിയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പറ്റി ഒന്ന് നോക്കാം. അതിൽ ഏറ്റവും ബെറ്റർ ഒന്ന് സൈലന്റ് വാലിയാണ്. ഒരു ഏകദേശം 25 കിലോമീറ്റർ കാട്ടിന്റെ ഉള്ളിൽ കൂടെ യാത്ര, ജീപ്പ് അവരെ വണ്ടിയിലാണ് കേട്ടോ, ഞങ്ങൾക്ക് വണ്ടി അനുഭവമില്ല, അവരെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണ് സൈലന്റ് വാലി. പിന്നെ വരുന്ന മല്ലീശ്വര ക്ഷേത്രവും, ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രവും, മല്ലീശ്വര കൊടുമുടിയും. അതൊരു പെർമിഷനൊക്കെ വേണ്ടി വരുമെന്നാണ് ഞാൻ കേട്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ വരുന്നത് ജെല്ലിപ്പാറാണ്. ജെല്ലിപ്പാറ എന്ന് പറയുന്നത് ഒരു ട്രക്കിംഗ് പാതാണ് കേട്ടോ, ട്രക്കിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ. പിന്നെ ജെല്ലിപ്പാറ പുൽമേടുകൾ എന്നാണ്, പുല്ലുകളൊക്കെ നല്ലൊരു കാഴ്ച ഉള്ള ഒരു സ്ഥലമാണെന്ന് കേട്ടത്. പിന്നെ ആനക്കൽ പാലം, പിന്നെ കാവുണ്ടിക്കൽ, പരപ്പന്തറ, ഭവാനി നദി എന്ന് പറയുന്നത് കേരളത്തിന്റെ തമിഴ്നാട്ടിന്റെ ഒരു സംഭവമാണ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ മുള്ളി, ഊട്ടിയിലേക്കുള്ള ഒരു വഴി, അതിർത്തി പങ്കെടുക്കുന്ന ഒരു സ്ഥലം. പിന്നെ വരുന്ന കാവുണ്ടിക്കൽ പുൽമേടുകളാണ്. പിന്നെ നരസിമുക്ക് മലനിരകളാണ്, ഇതിന്റെ ഹൈ റേഞ്ചിൽ കയറാൻ പറ്റുന്ന ഒരു മലകളാണ്. പിന്നെ വരുന്ന ഷോളയൂര്, കാറ്റാടി യന്ത്രങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ മാറനാട്ടി വെള്ളച്ചാട്ടം, അടിപൊളി വെള്ളച്ചാട്ടമാണെന്ന് കേട്ടത്. എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടാൻ നോക്കാം. പെരുമാൾ മുടി, പിന്നെ വരുന്ന കുന്തി നദി. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആരും അറിയപ്പെടാത്തൊരു സംഭവമാണ്, സംഭവം തമിഴ്നാട്ടിലാണ്. ആനക്കാട്ടിൽ നിന്നും ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു സംഭവമാണ് നീലഗിരി ബയോസ്ഫിയർ പാർക്ക്. ഇത് ഒരുവിധ ആൾക്കാരും കേരളത്തിലെ ആൾക്കാരും കാണാത്ത ഒരു സ്ഥലമായിരിക്കും, ഒരു അടിപൊളി സ്ഥലമാണ്. എന്നിവയാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. അങ്ങനെ ഞാൻ അട്ടപ്പാടിയിലെ ഒരു വ്യൂ പോയിന്റാണ്. ആ വ്യൂ പോയിന്റിൽ ഈ ചുമരുമലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, എംത്ത് അട്ടപ്പാടി. വയനാട് ചുരത്തിൻ്റെ ഒക്കെ മാതിരി തന്നെ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പം നമുക്കൊന്ന് ആ വ്യൂ പോയിന്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ചുമരുമല ഫുള്ളും
എഴുതിയുണ്ടില്ല, സ്വാഗതം, നമ്മുടെ മണ്ണും നീരും ഏറ്റവും മികച്ചത് അറിയിക്കുന്നു, മാലിന്യം തള്ളരുത്. അതാണ് ഏറ്റവും വലിയ വളരെ ശ്രദ്ധിക്കേണ്ട. യാത്രക്കാരൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും മറ്റുള്ള സ്ഥലങ്ങളിൽ തള്ളാതെ സ്വന്തം വണ്ടിയിൽ തന്നെ എടുത്തു വെക്കാം. മങ്കിയുണ്ട്, ഇവിടെ ഉണ്ട്. ഇതാണ് വ്യൂ വരുന്നത് കേട്ടോ. ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല. ഒരാഴ്ച മുമ്പ് നല്ല തണുപ്പായിരുന്നാ പറഞ്ഞത്. ആ വ്യൂ ഒന്ന് കാണാം. എൻ്റെ ബൈക്ക് ഇവിടെ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഐസ്ക്രീം ഉണ്ട്. നമുക്ക് വഴി തടഞ്ഞിങ്ങനെ. വ്യൂ എങ്ങനെ ഉണ്ട് നോക്കാം. അടിപൊളി വ്യൂ. ശരിക്കും രാവിലെ വരണം. മഞ്ഞ് സൈലന്റ് വാലിയിലേക്ക് ഇവിടെ നിന്ന് 26.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ അട്ടപ്പാടിയിലെ യാത്ര എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും. അപ്പം അട്ടപ്പാടിയുടെ കഥകൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല കേട്ടോ. ഇതൊരു തുടക്കം മാത്രമാണ്. അട്ടപ്പാടിയുടെ ഒരുപാട് കാഴ്ചകൾ എൻ്റെ വീഡിയോയിലുണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോയിൽ അട്ടപ്പാടിയുടെ ചരിത്രം എന്താണെന്നും കൂടി നോക്കാം. അതുവരെയൊക്കെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.